ഇനി നമ്മൾ അടുത്തൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. പ്രൈസിങ് എന്ന് പറയും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പുതിയ ചാപ്റ്റർ ആയിട്ടായിരിക്കും കേട്ടോ. ഇത് ലെങ്ത്ത് കൂടണ്ട വെച്ചിട്ടാണ് ഒറ്റ 2 പാർട്ടായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതിൻ്റെ എന്താണ് പ്രൈസിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതേപോലെ എന്താണ് പ്രൈസിങ്, അതേപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവും, അതിൻ്റെ ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസീസും, അതേപോലെ ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ്, ഓക്കെ, അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്താണ് പ്രൈസിങ് എന്ന്. ഓക്കെ, പ്രൈസിങ് പറഞ്ഞാൽ എന്താ, സിംപ്ലി അതിനെന്താണ് അർത്ഥം, ഫിനാൻഷ്യൽ എക്സ്പ്രഷൻ. അതൊക്കെ ഫിനാൻഷ്യൽ എക്സ്പ്രഷൻ ഓഫ് ദി വാല്യൂ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ എന്തായിരിക്കും വാല്യൂ, അത് ഫിനാൻഷ്യലി എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, പ്രൈസിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സാധനത്തിന് എന്താണ് ഇത്ര വില എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രഷനാണ് എന്ത് പ്രൈസിങ്. ഓക്കെ, പ്രൈസിങ്ങിന് അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. പ്രൈസിങ് ഈസ് ദി പ്രോസസ് whereby a business sets the price at which it will sell its products and services and may be part of the business marketing plan. Okay, അപ്പോൾ അവിടെ എന്താ പറയുക, പ്രൈസിങ് ഇസ് ദി പ്രോസസ് ഓഫ് whereby a business sets the price at which it will sell. എത്ര വിലക്കാണ് അവർ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് എത്ര പ്രൈസിനാണോ വിൽക്കേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് പ്രൈസിങ്. ഓക്കെ, അവർ ആ സാധനത്തിന് അല്ലെങ്കിൽ ഗുഡ്സ് സർവീസിന് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് അവർ സെറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് എന്താ പറയുക പ്രൈസിങ് എന്ന് പറയുക. അതുപോലെ പ്രൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിക്സിങ് ദി വാല്യൂ ദാറ്റ് എ മാനുഫാക്ചറർ വിൽ റിസീവ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, അവിടെ പറയുന്നത് പ്രൈസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഫിക്സിങ് ദി വാല്യൂ ദാറ്റ് മാനുഫാക്ചറർ വിൽ റിസീവ്. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി അയാൾ റിസീവ് ചെയ്യുന്ന വാല്യൂ, അതാണ് എന്ത് പ്രൈസിങ് ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട് ഫിലിപ്പ് കോട്ട്ലർ ഡിഫൈൻ ചെയ്തിട്ടുള്ള. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, പ്രൈസിങ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി ചാർജ്ഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. എന്താണ് പ്രൈസിങ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി ചാർജ്ഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിനോ ഒരു സർവീസിനോ ചാർജ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് മണി, അതാണ് എന്ത് പ്രൈസിങ് എന്നാണ് ഫിലിപ്പ് കോട്ട്ലറുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. എന്താണോ അത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു പ്രോഡക്റ്റിനോ സർവീസിനോ ഫിനാൻഷ്യലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള വാല്യൂവിനെ എന്താ പറയുക, ഫിനാൻഷ്യൽ എക്സ്പ്രഷനാണ് പറയുക ആ പ്രൈസിങ് എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ് എന്ന്, എന്തിനാണ് നമ്മുടെ ഈ പ്രൈസിങ് നടത്തുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു പ്രോഡക്റ്റിന് പ്രൈസ് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് പല ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞാണ് ടു സർവൈവ് ഇൻ ദി മാർക്കറ്റിൽ എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യണം, നമുക്ക് അതിജീവിക്കാനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു മാന്യമായ പ്രൈസിൽ അത് വിറ്റഴിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞ എക്സ്പാൻഷൻ ഓഫ് കറണ്ട് പ്രോഫിറ്റ് ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റിനെ കൂട്ടാൻ ആയിരിക്കാം അല്ല. പിന്നെ തേർഡ് പറഞ്ഞ റൂളിങ് ദി മാർക്കറ്റിൽ ഒരു സ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്രൈസ് സഹായകമാവും പ്രൈസിങ്. അതേപോലെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആ പ്രൈസിങ്, കറക്റ്റ് ആ പ്രൈസിങ് നടത്തിയാൽ ആ മാർക്കറ്റിൽ നല്ലൊരു സ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആരും വാങ്ങാതെ ഫ്ലോപ്പായി പോകും. ഓക്കെ, പിന്നെ 4ാമത്തെ പോയിൻ്റ് പറയുന്നുണ്ട് അച്ചീവിങ് എ ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു റിട്ടേൺ, ഒരു വരുമാനം നമുക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ടാർഗറ്റ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഇറക്കിയ പൈസ, അതിനാണ് ഇൻവെസ്റ്റ് പറയുക. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ടാർഗറ്റ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് ഫിക്സ് ചെയ്യണത്. പിന്നെ പറയുന്ന 5ാമത്തെ അച്ചീവിങ് മാർക്കറ്റ് ഷെയർ. ഓക്കെ, മാർക്കറ്റിൽ കൂടുതൽ എന്താണ് പറയുക സ്ഥാനം കിട്ടാൻ വേണ്ടി, നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, കൂടുതൽ മാർക്കറ്റ് അവൈലബിലിറ്റി നമ്മളെ പ്രോഡക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും പ്രൈസിങ് സഹായകരമാകും. പിന്നെ പറയുന്നത് ഇൻക്രീസിങ് ഇത് യൂണിറ്റ് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു യൂണിറ്റ് എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രോഡക്റ്റ് യൂണിറ്റ് നമ്മളെ കൊണ്ട് സെയിൽ ചെയ്യാനും ഈ പ്രൈസ് സ്ട്രാറ്റജിക്കായിട്ട്, അതായത് തന്ത്രപരമായി നമ്മൾ ഫിക്സ് ചെയ്താൽ അത്
ഇപ്പം നിലവിലുള്ള സെയിൽ കൂടാനും കാരണമാകും. പിന്നെ ലാസ്റ്റ് പറയുന്നത് ടു മീറ്റ് കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് നല്ല രീതിയിൽ അവരെ മീറ്റ് ചെയ്യാൻ, അതായത് ഇങ്ങനെ അവരുമായിട്ട് നല്ലൊരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ തന്നെ നടത്താനും നമ്മളെന്ത് പ്രൈസിങ് സഹായിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പോയിൻ്റ് പറഞ്ഞു ടു സർവൈവ് ഇൻ ദി മാർക്കറ്റ്, അതുപോലെ രണ്ടാമത്തെ എക്സ്പാൻഷൻ ഓഫ് കറൻറ്റ് പ്രോഫിറ്റ്, പിന്നെ തേർഡ് റൂളിങ് ദി മാർക്കറ്റ്, 4 അച്ചീവിങ് എ ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, 5th പറഞ്ഞ് അച്ചീവിങ് മാർക്കറ്റ് ഷെയർ, 6th പറഞ്ഞ് ഇൻക്രീസിങ് ദ യൂണിറ്റ് ഓഫ് സെയിൽ, പിന്നെ 7th പറഞ്ഞ് ടു മീറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ടു മീറ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, പിന്നെ അതിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസീസ്. ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസീസും പറയുന്നുണ്ട്, അതേപോലെ ടൈപ്സ് ഓഫ് പ്രൈസിങ് പ്രൊസീജിയർ, അതായത് സ്ട്രാറ്റജീസും പറയുന്നുണ്ട്. ഓക്കെ, എന്താ പോളിസീസും എന്താ സ്ട്രാറ്റജീസും മനസ്സിലാക്കണം. പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പോളിസി, ഒരു കമ്പനീൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓൾവേസ് അവർ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുള്ള അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളെയാണ് നമ്മൾ പോളിസി എന്ന് പറയാം. ഓക്കെ, സ്ട്രാറ്റജി പറഞ്ഞാൽ എന്താണോ അവരെ നീഡ്, ആ കറൻറ്റ് നീഡ് അല്ലെങ്കിൽ ആ കറൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണോ അവരെ മുന്നിലിപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒബ്ജക്റ്റീവ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക സ്ട്രാറ്റജി അറിയാം. തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ പറഞ്ഞാൽ എപ്പോഴാണോ ആ നേച്ചർ ഓഫ് എൻവയോൺമെൻറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് അപ്പോഴത്തെ സിറ്റുവേഷനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക സ്ട്രാറ്റജികൾ ഫോം ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഹെഡാണ് ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസീസ്. ഏതൊക്കെ പോളിസികളാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എടുക്കണമെന്ന്. ഒന്ന് പറയുന്നത് 4 ടൈപ്പായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, അതായത് കോസ്റ്റിൻ്റെ ബേസിസിൽ എങ്ങനെ, പിന്നെ ഡിമാൻഡ് ബേസ്ഡ്, ഡിമാൻഡിൻ്റെ ബേസിൽ എങ്ങനെ, അതേപോലെ കോമ്പറ്റീഷൻ ബേസ്ഡ്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അപ്പോൾ കോമ്പറ്റീഷൻ ബേസിൽ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം, പിന്നെ വാല്യൂ ബേസ്ഡ്, അതായത് ആ പ്രോഡക്റ്റിനുള്ള വാല്യൂവിനനുസരിച്ച് എങ്ങനെ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ 4 എണ്ണമാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വന്ന് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി. കോസ്റ്റ് ബേസ്ഡ് എങ്ങനെ നമുക്ക് ആ പ്രൈസിങ് ഫിക്സ് ചെയ്യാം. ഇതിൽ പറയുന്നത് സെറ്റിംഗ് പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റുമേ ഉള്ള മൊത്തം കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റിന്, ഒരു പ്രോഡക്റ്റുമുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് ബേസ്ഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിൽ 4 പോയിൻ്റുകൾ പറയുന്നുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഉണ്ട്, ടാർഗറ്റ് പ്രൈസിംഗ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ഉണ്ട്, ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. അതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വാക്കിൽ തന്നെ ഉണ്ട്, ഹെഡിൽ തന്നെ വന്നിട്ടുണ്ട് കോസ്റ്റ് പ്ലസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, നമ്മുടെ എത്രയാണോ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റ് പ്ലസ് നമുക്ക് എത്രയാണോ ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് അതും കൂടി കൂട്ടിയിട്ടുള്ളതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയാം. സെക്കൻഡ് പറയുന്നത് ടാർഗറ്റ് പ്രൈസിങ്. ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റും പിന്നെ മുൻപേ നമ്മൾ തീരുമാനിച്ച എത്ര അതിന് റിട്ടേൺ വേണം, നമ്മളിപ്പോൾ ഈ ഒരു സാധനം വിൽക്കുമ്പോൾ ഇത്ര റിട്ടേൺ നമുക്ക് വേണമെന്ന് മുൻപേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അതിന് വേണ്ടി വന്ന കോസ്റ്റും പിന്നെ നമ്മൾ ആ ഉദ്ദേശിച്ചൊരു റിട്ടേണും കൂടി ആഡ് ചെയ്തിട്ട് കോസ്റ്റ് പ്ലസ് പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, പിന്നെ തേർഡ് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ മാർജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടിയതാണ് എന്ത് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഫിക്സഡ് കോസ്റ്റും അതേപോലെ വേരിയബിൾ കോസ്റ്റും കൂടിയും കൂട്ടിയിട്ട് എത്രയാണോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക അത് കൺസിഡർ ചെയ്ത് കണ്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണതിനാണ് പറയുക മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ഒന്നുകൂടി പറയാം, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, അതായത് എങ്ങനെയായാലും നമുക്ക് ആ ഒരു കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിസിറ്റി പോലത്തെ എങ്ങനെയായാലും മാസം എന്ത് വരും. ഓക്കെ, അതിനൊരു ടാർഗറ്റ് എത്രയാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ആ ഒരു കോസ്റ്റ് എങ്ങനെയായാലും അതൊരു വരും. പിന്നെ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ യൂസ് ചെയ്യുമ്പോഴൊക്കെ വരുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. അത് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ആ ഫിക്സഡ് കോസ്റ്റും എങ്ങനെയായാലും ഉള്ള ആ കോസ്റ്റും പ്ലസ് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റും കൂട്ടിയത്, അതായത്
ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടിയതാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ക്ലിയർ? നാലാമത്തത് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഈവൻ പോയിൻ്റ് പറഞ്ഞാൽ ഈ പോയിൻ്റ് അറ്റ് വിച്ച് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. ഓക്കെ, അപ്പോൾ ആ ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ പ്രൈസിങ് അറ്റ് BEP അല്ലെങ്കിൽ പ്രൈസിങ് അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ദാറ്റ് ഈസ് ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഈ ബ്രേക്ക് ഈവൻ പ്രൈസിങ്ങിൽ എങ്ങനെയാണ്? ടോട്ടൽ സെയിൽ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. എത്രയാണോ വിറ്റ് ലാഭം കിട്ടിയത് ആ കറക്റ്റ് എന്തായിരിക്കും, അതിനനുസരിച്ച് കോസ്റ്റും ഉണ്ടാവും. നമുക്ക് എത്രയാണോ ചിലവായി അത്ര തന്നെ എന്ത് ചെയ്യുക, പ്രൈസും ഫിക്സ് ആവുക. മനസ്സിലായോ? ഇതിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് വരിക എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ പ്രോഡക്റ്റ് കുറച്ചും കൂടി ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ ഇതിന് പറ്റ ലോസിലേക്ക് പോകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് പോലും കിട്ടില്ല, അതിന് ഇറക്കിയ ചിലവാക്കിയ പൈസയും പോലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലവാക്കിയ പൈസയെങ്കിലും നമുക്ക് ലാഭം കിട്ടണം, അല്ലെങ്കിൽ ആ ചിലവാക്കിയ പൈസയെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുക, എത്രയാണോ നമുക്ക് ചിലവാക്കി ആ പ്രൈസ് ആ പ്രോഡക്റ്റിനാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവില്ല, അവിടെ ഒരു പ്രോഫിറ്റും ഉണ്ടാവില്ല, അത് എന്തുണ്ടാവില്ല, ഒരു ലോസും ഉണ്ടാവില്ല, ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല. പ്രോഫിറ്റും ലോസും എന്തായിരിക്കും? നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നറിയാം, കാരണം അവിടെ ആ ഒരു പോയിൻ്റാണ് അറ്റ് വിച്ച് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. ആ പോയിന്റിൽ എന്തുണ്ടാവില്ല, ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഒരു ലോസ് ഉണ്ടാവാത്ത ആ ഒരു ഈക്വലിബ്രിയത്തിൽ നിൽക്കുന്ന ആ ഒരു ഏരിയയാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ എന്തുണ്ടാവില്ല, സെയിൽസിന് ഈക്വലായിട്ടുള്ള കോസ്റ്റിന് ഈക്വലായിട്ടുള്ള സെയിൽസ് എത്രയാണോ കോസ്റ്റ് അതിനനുസരിച്ചുള്ള സെയിൽസ് പ്രോഫിറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കോസ്റ്റ് ബേസ്ഡ് ആണ് പറഞ്ഞത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ 4 പറഞ്ഞു. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് പറഞ്ഞു, കോസ്റ്റും അതുമായി ഒരു ന്യായമായിട്ടുള്ള റീസണബിൾ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. പിന്നെ ടാർഗറ്റ് പ്രൈസിങ് പറഞ്ഞ് കോസ്റ്റും പ്രീ ഡിറ്റർമിൻഡ് ഉള്ള റേറ്റ് ഓഫ് റിട്ടേണും കൂടി കൂട്ടിയിട്ടുള്ളത് ടാർഗറ്റ് പ്രൈസിങ്. പിന്നെ മൂന്നാമത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് പറഞ്ഞു, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടിയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് വരെ. പിന്നെ നാലാമത് ബ്രേക്ക് ഈവൻ പ്രൈസിങ് പറഞ്ഞു. ബ്രേക്ക് ഈവൻ പ്രൈസിങ് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, എത്രയാണോ കോസ്റ്റ് അതിനനുസരിച്ച് കറക്റ്റ് ആ കോസ്റ്റിൻ്റെ കറക്റ്റ് എമൗണ്ട് തന്നെ പ്രോഫിറ്റായിട്ടും അല്ലെങ്കിൽ പ്രൈസായിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. പിന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഡിമാൻഡ് ബേസ്ഡ് ആകുമ്പോൾ ഇങ്ങനെയാണ് പ്രൈസിങ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിൽ പറയേണ്ടത് സെറ്റിംഗ് പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. ഓക്കെ, എന്താണ് പ്രൈസ് സെറ്റ് ചെയ്യണത്? ഓൺ ദി ബേസിസ് ഓഫ് ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ പ്രൈസ് ഫിക്സ് ചെയ്യണം. അതിൽ 2 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്ന്. ഒന്ന് പ്രീമിയം പ്രൈസിംഗ് ഉണ്ട്, അതേപോലെ ഡിഫറൻഷിയേറ്റഡ് പ്രൈസിംഗ് ഉണ്ട്. ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും പ്രീമിയം പ്രൈസിങ്ങും. അപ്പോൾ ഫസ്റ്റ് എന്താണ് പ്രീമിയം പ്രൈസിങ് അറിയാം. ഞാൻ പറയാം, ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഹയർ ദാൻ ദി കോമ്പറ്റീറ്റേഴ്സ് ടു എൻകറേജ് ഫേവറബിൾ പെർസെപ്ഷൻ എമംഗ് ബയേഴ്സ്. പിന്നെ ഒരു മീനിങ്ങും കൂടി പറയാം. ഇറ്റ് ഈസ് ഡൺ ദർ ഈസ് ആൻ യുണീക്ക്നെസ് ഈസ് എക്സിസ്റ്റ് അബൌട്ട് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രൈസ് ഫിക്സ് ചെയ്യാം, പ്രീമിയം പ്രൈസിങ് വെക്കാൻ പറ്റുള്ളൂ. എന്താണ് പ്രീമിയം പ്രൈസിങ് എന്ന് ഞാൻ പറയാം. നമ്മൾ മാർക്കറ്റിൽ എന്താണ് നമ്മളായിട്ട് എന്ത് ചെയ്യുക, അതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യുക. ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ഇൻക്രീസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ എന്താ നിങ്ങൾക്കൊന്ന് തോന്നുന്നുണ്ടാവും, ഇൻക്രീസ് ആക്കി എങ്ങനെ ഇപ്പോൾ ആൾക്കാർ വാങ്ങാൻ. പക്ഷേ അതിൽ ഞാൻ രണ്ടാമത്തെ മീനിങ്ങിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഡൺ ദർ ഈസ് ആൻ യുണീക്ക്നെസ് ഈസ് എക്സിസ്റ്റ്. അതായത് അവരുടെ പ്രോഡക്റ്റിന് മാത്രം എന്തുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്, എന്തെങ്കിലും ഒരു യുണീക്ക്നെസ്, ഒറ്റ യുണീക്ക്നെസ്, അവർക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രീമിയം പ്രൈസിങ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമുക്കായിട്ട് ഒരു നല്ലൊരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് പ്രീമിയം പ്രൈസിങ് എന്ന് പറയുക. ഓക്കെ, പിന്നെ അതിൽ രണ്ടാമത്താണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഡിഫറൻഷ്യൽ പ്രൈസിങ് ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്, സെയിം പ്രോഡക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ടു ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ്. സെയിം പ്രോഡക്റ്റ് ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പ്രൈസിങ് സെയിം പ്രോഡക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ടു ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ്. സെയിം പ്രോഡക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ടു ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ്. ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസിൽ എന്ത് ചെയ്യുക, സെയിം പ്രോഡക്റ്റ് കൊടുക്കുക. ഓക്കെ, സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷേ
ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിനനുസരിച്ച് അവർക്ക് ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ നല്ല ടീം, അതായത് നല്ല ഒരു റെപ്യൂട്ട് റിച്ച് ആൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഒരു ലെവലിൽ പ്രൈസ് കൊടുക്കുക. അതേപോലെ മറ്റുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പ്രൈസ് കുറഞ്ഞു കൊടുക്കുക. അതല്ലാതെ പിന്നെ ചിന്തിക്കാം, നല്ല ഏരിയ, അതായത് നല്ലൊരു പ്രൈസ് നമുക്ക് കൂടുതൽ നല്ല എത്ര പ്രൈസ് ഇട്ടാലും, ഇപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഏരിയ, ഇപ്പോൾ ലുലു മോളിലൊക്കെ നമ്മൾ സെയിം പ്രോഡക്റ്റിന് നല്ലൊരു ക്വാളിറ്റി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു പ്രൈസ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. അതുതന്നെ സാധാരണ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു റേറ്റ് ആയിരിക്കും സെയിം പ്രോഡക്റ്റിന് തന്നെ. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഒന്നായിരിക്കും, അതിനെന്ത് ചെയ്യുക, ആൾക്കാർക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതിനാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറയാം. ഓക്കെ, പിന്നെ പറയണതാണ് ഇപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് ആണ് പറഞ്ഞു, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ പ്രീമിയം പ്രൈസിങ് പറഞ്ഞാൽ, രണ്ട് ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും. അപ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞ പ്രീമിയം പ്രൈസിങ് എന്താണെന്ന്, അതിലെന്താവും, ആ പ്രീമിയം പ്രൈസിൽ അവർക്കായിട്ടുള്ള ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ അവർക്കായിട്ടൊരു യുണീക്ക് ക്യാരക്ടർ അല്ലെങ്കിൽ യുണീക്ക് ഫീച്ചർ എന്തെങ്കിലും ഉണ്ടാവും. അതൊക്കെ ഒരു യുണീക്ക്നെസ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഏറ്റവും നല്ലൊരു പ്രൈസ് ഫിക്സ് ചെയ്യുക, മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നല്ലൊരു പ്രൈസ് തന്നെ അവിടെ ഫിക്സ് ചെയ്യുക. കാരണം അവർക്കായിട്ടൊരു യുണീക്ക് ക്യാരക്ടർ, ഒരു പ്രത്യേകത അവർക്കുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരെ പ്രോഡക്റ്റിനുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക. ഡിഫറൻഷ്യൽ പ്രൈസിങ് പറഞ്ഞാൽ സെയിം പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് പ്രൈസസിൽ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അപ്പോൾ പല കേസിലും നമുക്ക് അത് അറിയാം, എന്താ സെയിം പ്രോഡക്റ്റിന് പല റേറ്റിൽ നമുക്ക് കിട്ടുന്നത്, പല കേസിലും നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഓക്കെ, കോമ്പറ്റീഷൻ്റെ ബേസിൽ എങ്ങനെ ആയിരിക്കും, സെറ്റിംഗ് പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് ദി കോമ്പറ്റീഷൻ ഫോർ ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീഷൻ അനുസരിച്ച്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ സബ്സ്റ്റിറ്റ്യൂട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യും. ഒന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് ഗോയിങ് റേറ്റ് പ്രൈസിങ് ഉണ്ട്, സെക്കൻഡ് കസ്റ്റമറി പ്രൈസിങ് ഉണ്ട്, തേർഡ് സീൽഡ് ബിഡ് പ്രൈസിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് പറയുന്നത് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഫിക്സിങ് പ്രൈസ് ദാറ്റ് ഈസ് ക്ലോസ് ടു ദെയർ കോമ്പറ്റീറ്റേഴ്സ്. അതായത് കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതേ ഒരു റേറ്റിലൊക്കെ അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതേ ഒരു റേറ്റിൽ എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. അതായത് എങ്ങനെയാണോ മറ്റുള്ളവർ അതേപോലെ നമ്മൾ ഫിക്സ് ചെയ്യുക, അതാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. പിന്നെയുള്ളത് കസ്റ്റമറി പ്രൈസിങ്ങിൽ പറയേണ്ടത് പ്രൈസ് ഫോർ എ സെർട്ടൈൻ കമ്മോഡിറ്റീസ് ഗെറ്റ് ഫിക്സ്ഡ് ബിക്കോസ് ദേ ഹാവ് പെർസീവ്ഡ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അതായത് എന്തുണ്ടാവും, അവർ മുമ്പേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അവിടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും എന്ത് ചെയ്തിട്ടും മുമ്പേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ഈ ഒരു ഫിക്സഡ് പ്രൈസിൽ തന്നെ നമ്മൾ സാധനങ്ങൾ വിൽക്കുള്ളൂ, ആരും എന്ത് ചെയ്യില്ല, കുറക്കൂല. അങ്ങനെ ഒരു പ്രൈസ് അവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പെർസീവ്ഡ് അല്ലെങ്കിൽ അവർ അവിടെ ലോങ് പീരീഡൊക്കെ ഇന്ന എത്ര വിലയാണ് ആ പ്രോഡക്റ്റിന് അവരവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനാണ് കസ്റ്റമറി പ്രൈസിങ് അവരെ ഇതിനനുസരിച്ച് പ്രൈസ് ഓഫ് എ സെർട്ടൈൻ കമ്മോഡിറ്റി ഗെറ്റ് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ചില വസ്തുക്കൾക്ക് അവരെന്ത് ചെയ്യും, പ്രൈസ് ഇതാണെന്ന് പറയും, അപ്പോൾ എല്ലാവരും അത് അംഗീകരിക്കും. അല്ലെങ്കിൽ നേരെ ഇത് കോമ്പറ്റീഷൻ ബേസിൽ സെല്ലറാണെങ്കിൽ അയാളെ ബേസിൽ എന്ത് ചെയ്യാം, അവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എല്ലാ കോമ്പറ്റീറ്റേഴ്സും നിലനിൽക്കുക, അതും പറ്റും. അതല്ല ഇനി കൺസ്യൂമർ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കൺസ്യൂമറിനൊരു ലോജിക്കൽ പ്രൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രൈസ് ഉണ്ടാവും, ആ ഒരു പ്രൈസിൽ തന്നെ എല്ലാവരും അവിടുത്തെ എല്ലാ സെല്ലേഴ്സും വിൽക്കണം. അപ്പോഴും എന്താണ് സെല്ലറെ വ്യൂവിൽ എന്തായിരിക്കും, ഒരൊറ്റ പ്രൈസ് ഫിക്സ് ചെയ്യുക, അതെല്ലാവരും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, പിന്നെ പറയുന്നത് അത് കുറേ കാലത്തിന് ഒറ്റ പ്രൈസ് ഫിക്സ് ചെയ്യണ ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ അതന്നെ ആയിരിക്കും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടാവും, അതാണ് കസ്റ്റമറി പ്രൈസിങ്. തേർഡ് പറയുന്നത് സീൽഡ് ബിഡ് പ്രൈസിങ് പറഞ്ഞാൽ ഫിക്സ് ലെസ് പ്രൈസ് ദാൻ ദാറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, സീൽഡ് ബിഡ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ
എന്ത് ചെയ്യണേ, പ്രൈസ് ഫിക്സ് ചെയ്യണേ ലെസ് ദാൻ ദി കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണോ അവർ എത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ കുറഞ്ഞ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അവരിപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഒരു 150 വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 140 സാധനം വെക്കുക. ഓക്കെ, അതാണ് സീലഡ് ബിഡ് പ്രൈസിങ്. അപ്പോൾ കോമ്പറ്റീഷൻ ബേസ്ഡ് 3 പറഞ്ഞത്. ഒന്ന് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഗോയിങ് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സൊക്കെ എത്രയാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ വെക്കുക. കസ്റ്റമറി പ്രൈസിങ് പറഞ്ഞാൽ ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസ്, ഓൾറെഡി അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ഒരു പ്രൈസ്, അതുതന്നെ എന്തായിരിക്കും കുറേ കാലത്തിന് അവരവിടെ നടപ്പിലാക്കും, അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ സീലഡ് ബിഡ് പ്രൈസിങ്. അതായത് എത്രയാണോ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിലും കുറച്ചിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാം. പിന്നെ 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഒരു പ്രോഡക്റ്റിനുള്ള വാല്യൂവിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെ പ്രൈസിങ് പോളിസി നടത്താം. അണ്ടർ ദിസ് പോളിസി ഓർ സ്ട്രാറ്റജി പ്രൈസ് ആർ ബേസ്ഡ് മോസ്റ്റ്ലി ഓൺ കൺസ്യൂമേഴ്സ് വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ ഒരു വാല്യൂ ആ ഒരു പ്രോഡക്റ്റിന് കൊടുത്തിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇന്ന പ്രോഡക്റ്റിന് ഇപ്പോൾ ഇത്ര പ്രൈസ് മാക്സിമം പോവുള്ളൂ എന്ന് കൺസ്യൂമേഴ്സിനൊരു വ്യൂ ഉണ്ടാവും. ഓക്കെ, ജനറൽ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും എന്തുണ്ടാവും, ഒരു വ്യൂ ഉണ്ടാവും, ഇന്ന പ്രോഡക്റ്റ് ഇത്ര പ്രൈസ് മാക്സിമം പോകുള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നും പോവില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങനെ ആ ഒരു വാല്യൂ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കസ്റ്റമർ വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ചില നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ആ പ്രൈസിൽ ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോണാണ് ഇത്ര റേഞ്ചിൻ്റെ മുകളിലേക്കേ കിട്ടുള്ളൂ എന്ന് കൺസ്യൂമേഴ്സിന് അറിയാം. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിനനുസരിച്ച് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ചില ലോക്കൽ പ്രോഡക്റ്റിനാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഇത്ര മാക്സിമം പോവുള്ളൂ, അതിൻ്റെ അപ്പുറം പോകില്ല എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ അവർ ആ കൺസെപ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് വാല്യൂ ബേസ്ഡ് പ്രൈസ് എന്ന് പറയുക. രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്ങും അതേപോലെ വാല്യൂ ഓഫ് മണി പ്രൈസിങ്ങും. ഒന്ന് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. അതിൽ പറയുന്നത് സെറ്റിംഗ് ദി പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് വാല്യൂ പെർസീവ്ഡ് ബൈ ദി ബയർ റേദർ ദാൻ സെല്ലേഴ്സ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേപോലെ തന്നെയാണ്. പെർസീവ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ കസ്റ്റമർ പെർസീവ് ചെയ്തിട്ടുള്ള അവരുടെ സാങ്കല്പികം ഉണ്ടാവും, അവർ ചിന്തിച്ചിട്ടുള്ള ഒരു പ്രൈസ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു പ്രൈസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു പ്രൈസിൻ്റെ അപ്പുറം എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, സെല്ലർക്ക് പ്രൈസ് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സങ്കല്പം, അവർ നൽകിയിട്ടുള്ള ഒരു പെർസീവ്നെസ്, ആ ഒരു ഇതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഉണ്ടല്ലോ റേദർ ദാൻ ദി സെല്ലേഴ്സ് കോസ്റ്റ്. അതായത് സെല്ലർക്ക് എത്ര കോസ്റ്റ് ഉണ്ടായാലും കസ്റ്റമറുടെ ഒരു പ്രൈസ് ഉണ്ട്, മൈൻഡിലൊരു പ്രൈസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂട്ടാനും പറ്റില്ല. ചിലത് പ്രൈസ് അവരുടെ മൈൻഡിലൊരു പ്രൈസ് ഉണ്ടാവും, അതിൻ്റെ താഴെ നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിലും എന്തുണ്ടാവില്ല, വെറുതെ നഷ്ടമായിക്കാരം. കാരണം അവർക്കറിയാം ഇത് ഇത്ര വില കൊടുത്താലേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ആ പ്രൈസ് ഫിക്സ് ചെയ്യാം. അതല്ല, ചില പ്രോഡക്റ്റിന് ഇതിൻ്റെ അപ്പുറം പോവില്ല എന്നുള്ള ഒരു പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് രണ്ടാമത്താണ് വാല്യൂ ഓഫ് മണി പ്രൈസിങ്. അല്ലെങ്കിൽ എക്സ്പെൻഷനാണ് ഓഫറിങ് ദി റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റി അറ്റ് എ ഫെയർ വാല്യൂ. സാധാരണ ഇതിൽ വാല്യൂ ഓഫ് മണി പ്രൈസിങ്, അതായത് അതിന് കറക്റ്റുള്ള ആ പൈസക്കുള്ള സാധനം ഉണ്ടെന്ന് അറിയാം. ഓക്കെ, എത്രയാണോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഓഫറിങ് ദി റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റി അറ്റ് എ ഫെയർ വാല്യൂ. എത്രയാണോ ക്വാളിറ്റി അതിനനുസരിച്ച് കറക്റ്റ് ന്യായമായ വില ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് സാധാരണ ഒരു ഫിക്സിങ്. ഓക്കെ, എത്രയാണോ കറക്റ്റ് അതിന് ന്യായമായ വില നമുക്കറിയാം, ആ വില നമ്മൾ ഫിക്സ് ചെയ്യാം. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വാല്യൂ എത്രയെന്ന് നമുക്ക് അറിയും, ഈ സെല്ലർക്ക് അറിയും. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നതിനാണ് വാല്യൂ ഓഫ് മണി പ്രൈസിങ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് ആണ്. അതിൽ രണ്ടെണ്ണമാണ് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. അതായത് കസ്റ്റമർ പെർസീവ് ചെയ്യണം, അവരെ സങ്കല്പിച്ചിട്ടില്ല, അവരുടെ സങ്കല്പത്തിൽ ഒരു എന്തുണ്ടാവും, ഒരു പ്രൈസ് ഉണ്ടാവും, അവരുടെ മൈൻഡിലൊരു പ്രൈസ് ഉണ്ടാവും, അത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ആരും വാങ്ങാൻ കിട്ടില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വാല്യൂ ഓഫ് മണി പ്രൈസിങ്. അതായത് എത്രയാണോ ആ ഒരു പ്രോഡക്റ്റിന് ഒരു മൂല്യം, അത് കറക്റ്റിന് ആ ഒരു ക്വാളിറ്റിക്ക്, ആ കറക്റ്റ് ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക.
അപ്പോൾ ടൈപ്പ് ഓഫ് പ്രൈസിംഗ് പോളിസി എന്ന് പറഞ്ഞു, നാലെണ്ണം പറഞ്ഞു. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, ഡിമാൻഡ് ബേസ്ഡ് പറഞ്ഞു, കോമ്പറ്റീഷൻ ബേസ്ഡ് പറഞ്ഞു, വാല്യൂ ബേസ്ഡ്. കോസ്റ്റ് ബേസ്ഡിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ടാർഗറ്റ് പ്രൈസിങ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, ബ്രേക്ക് ഇവൻ പ്രൈസിങ്. അതേപോലെ ഡിമാൻഡ് ബേസ്ഡിൽ പ്രീമിയം പ്രൈസിങ്ങും ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്ങിൽ ഗോയിങ് റേറ്റ് പ്രൈസിങ്, കസ്റ്റമറി പ്രൈസിങ്, സീൽഡ് ബിഡ് പ്രൈസിങ്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്ങും വാല്യൂ ഓഫ് മണി പ്രൈസിങ്. ഓക്കെ, ഇനി നമുക്ക് അതർ ടൈപ്പ് ഇതിൽ തന്നെ വരുന്ന മറ്റ് ടൈപ്പ് പ്രൈസിങ് പോളിസികൾ. ഓക്കെ, പോളിസിയിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ ഹെഡ് ടെസ്റ്റിലൊക്കെ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ എന്തായിരിക്കും, ഏത് ടൈപ്പ് ഓഫ് പോളിസിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അതും അതേപോലെ അതർ ടൈപ്പ് ആയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം. അതിൽ പറയേണ്ട 2 ടൈപ്പ് ഉണ്ട്. സ്കിമ്മിങ് പ്രൈസിങ് പോളിസി, പെനിട്രേഷൻ പ്രൈസിങ് പോളിസി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ എന്താണ് സ്കിമ്മിങ് പ്രൈസിങ് പോളിസി എന്ന്. ഓക്കെ, ഒരു മീനിങ് കൊടുക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി ഹൈ ഇനീഷ്യൽ പ്രൈസ് ചാർജ്ഡ് വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി മാർക്കറ്റ്. അതെന്താണ്, ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യണം ഫസ്റ്റ് തന്നെ. ഒരു മാർക്കറ്റിലേക്ക് ആ പ്രോഡക്റ്റ് പുതുതായി എൻ്റർ ചെയ്യുമ്പോൾ കൂടിയ വില, നല്ല ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുക. പിന്നെ അതിന് മാർക്കറ്റിൽ സെയിലിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പീരീഡിനനുസരിച്ച് അല്ലെങ്കിൽ സെയിലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് പെനട്രേഷൻ പ്രൈസിങ് പോളിസി. ഈ സ്കിമ്മിങ് പ്രൈസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ദ പ്രൈസ്, അതിൽ മീനിങ് കൊടുക്കാം നമുക്ക്. ദ പ്രൈസ് ചാർജ്ഡ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഈസ് സെറ്റ് ആർട്ടിഫിഷ്യലി ലോ ഇൻ ഓർഡർ ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യലി, അതായത് ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറഞ്ഞ പ്രൈസാണ് അതിൽ നിന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ പേര് അത് വാങ്ങും. ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്കൊരു നല്ലൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കുറഞ്ഞ പ്രൈസിന് കൊടുക്കുക. അപ്പോൾ കൂടുതൽ മാർക്കറ്റ് ഷെയർ, നല്ല റീച്ച് കിട്ടും. അപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങനെ അതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിയോൻ്റെ ഓഫറൊക്കെ ഫസ്റ്റ് വരുമ്പോൾ അത്രയും ബ്രൈറ്റ് ഓഫറായിട്ടുണ്ട് വരും. അപ്പോൾ ആൾക്കാർ എല്ലാവരും ആ സിമ്മിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ആ സിമ്മിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ കുറച്ച് അതിൻ്റെ പോളിസിയിൽ മാറ്റിയിട്ട് ചെറുത് അഡീഷണലായിട്ട് പ്രൈസ് ഇങ്ങനെ കൂട്ടി വരും. ഓക്കെ, അതാണ് പെനട്രേഷൻ പ്രൈസിങ് പോളിസി അറിയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് പ്രൈസിങ് പോളിസികളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൈസിങ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ മുമ്പ് പറഞ്ഞത് പ്രൈസിങ് പോളിസിയാണ്. പ്രൈസിങ് പോളിസി പറഞ്ഞാൽ എന്താ പറഞ്ഞത്, അത് പോളിസി പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഓരോ റൈറ്റ്സ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസൊക്കെ ആയിരിക്കും. ആ കമ്പനീൻ്റെ റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഉള്ള അവിടെ റൈറ്റ്സാണ് പ്രൈസിങ് പോളിസി. ഓക്കെ, പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് എടുക്കണ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം പ്ലാനുകളാണ് എന്ത് പ്രൈസിങ് സ്ട്രാറ്റജി അറിയാം. ഓക്കെ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം പ്ലാനുകളാണ്. അപ്പോൾ നമുക്ക് അതിനൊരു സ്ട്രാറ്റജി പറഞ്ഞാൽ എന്താ കൊടുക്കാം, സ്ട്രാറ്റജി മീൻസ് ദ ഷോർട്ട് ടൈം പ്ലാൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കമ്പനി. പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ pricing strategy describe the short term pricing plans of an organization. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്രൈസിങ് പ്ലാൻ എന്തെങ്കിലും കമ്പനിക്ക് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് അതായത് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയാം. അതിൽ പ്രൈസിങ് സ്ട്രാറ്റജി എടുക്കുമ്പോൾ, അതായത് ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെലക്ട് ടാർഗറ്റ് മാർക്കറ്റ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് നമ്മളിത് ഇറക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റഡിങ് കൺസ്യൂമർ ബിഹേവിയർ. ആ മാർക്കറ്റിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് സെലക്ട് ചെയ്തതിൽ അവിടെ ഓരോ മാർക്കറ്റിലും ഓരോ ടൈപ്പ് ഓഫ് മാർക്കറ്റിലും ഡിഫറെൻറ്റ് ബിഹേവിയറുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മാർക്കറ്റ്, ആ മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്താണെന്ന് സ്റ്റഡി ചെയ്യാം. ഓക്കെ, തേർഡ് വൺ പറഞ്ഞാൽ ഐഡൻറ്റിഫൈ കോമ്പറ്റീറ്റേഴ്സ്. ആ മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അവരുടെ പോളിസി എന്താണ്, പ്ലാൻ എന്താണ്, സ്ട്രാറ്റജി എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഫോർത്ത് പറഞ്ഞാൽ അസൈനിങ് പ്രൈസ് എ റോൾ ഇൻ ദി മാർക്കറ്റിംഗ് മിക്സ്. നമ്മുടെ മാർക്കറ്റ് മിക്സ് കാരണം എന്താ, അവർക്കുള്ള ഓൾറെഡി ഹോൾ പ്രോഡക്റ്റ് ലൈനിനാണ് ആ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റും കാര്യങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും. ഓക്കെ, മാർക്കറ്റിംഗ് മിക്സിൽ പലതും പറയുന്നുണ്ട്. പ്രൈസ്,
അതേപോലെ പ്ലേസ്മെൻറ്റ് അങ്ങനെ പല ടൈപ്പ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മാർക്കറ്റിംഗ് മിക്സിൽ പെടും. ഓക്കെ, അപ്പോൾ അസൈനിങ് പ്രൈസ് എ റോൾ ഇൻ ദി മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലേക്ക് നമുക്കൊരു ബെനിഫിറ്റ് തരണം, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് അതിന് ഫിക്സ് ചെയ്യുക, അത്രമാത്രം ഉള്ളൂ. ഓക്കെ, പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത് റിലേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിമാൻഡ്. കോസ്റ്റ് എത്രയാണോ അതേപോലെ ഡിമാൻഡ് എങ്ങനെയാണ് അതിനനുസരിച്ച് അതൊന്ന് റിലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം, ആ കോസ്റ്റ് അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ സിക്സ്ത് പറഞ്ഞാൽ ഡിറ്റർമിനിങ് സ്ട്രാറ്റജിക് പ്രൈസസ്. സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുള്ള പഴയ രീതിയൊക്കെ പോളിസികളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു അനുയോജ്യമായിട്ടുള്ള പ്രൈസ് അതിന് ഫിക്സ് ചെയ്യുക. ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതോട് കൂടെ ആ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് നിലനിൽക്കുമോ ഇല്ലേ എന്ന് തീരുമാനിക്കും. അപ്പോൾ അത്രയും സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം ആ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്നും കൂടി ഒന്ന് വായിക്കാം. 6 സ്റ്റെപ്പ് കൂടിയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സെലക്ട് ടാർഗറ്റ് മാർക്കറ്റ്. ഓക്കെ, ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റഡി ദ കൺസ്യൂമർ ബിഹേവിയർ, അവിടെയുള്ള കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക. ഐഡൻറ്റിഫൈങ് കോമ്പറ്റീറ്റേഴ്സ്, അവിടെയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അസൈനിങ് പ്രൈസ് എ റോൾ ഇൻ ദി മാർക്കറ്റ് മിക്സ്, ആ പ്രൈസ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, പിന്നെ റിലേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിമാൻഡ്, നമുക്ക് എത്രയാണോ കോസ്റ്റ് അതേപോലെ ഡിമാൻഡ് എത്രയൊക്കെ അതിനനുസരിച്ച് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രൈസിനെ ഡിസൈഡ് ചെയ്യുക. പിന്നെ പറയുന്നുണ്ട് ഡിറ്റർമിനിങ് സ്ട്രാറ്റജിക് പ്രൈസസ്, നമ്മൾ അനുയോജ്യമായ ഒരു തന്ത്രപരമായ ഒരു പ്രൈസ് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുക. ക്ലിയർ? പിന്നെ അതിൽ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് പ്രൈസിങ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജികളുണ്ട്. ഓക്കെ, അത് സ്ട്രാറ്റജികൾ പറഞ്ഞു. ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് തന്ത്രങ്ങളാണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജി പറഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജികളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഞാൻ ഒന്നായിട്ടൊന്ന് പറയാം. ഫസ്റ്റ് പറഞ്ഞത് സൈക്കോളജിക്കൽ പ്രൈസിങ് ഉണ്ട്, രണ്ടാമത്തെ ജിയോഗ്രഫിക്കൽ പ്രൈസിങ് ഉണ്ട്, പിന്നെ മൂന്നാമത്തെ ബേസ് പോയിൻ്റ് പ്രൈസിങ് ഉണ്ട്, 4 സോൺ പ്രൈസിങ് ഉണ്ട്, പിന്നെ 5 ഡ്യുവൽ പ്രൈസിങ്, 6 അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്, 7 മാർക്ക് അപ്പ് പ്രൈസിങ്, 8ാമത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പറയാം സൈക്കോളജിക്കൽ പ്രൈസിങ് എന്താണ്. സൈക്കോളജിക്കൽ പ്രൈസിങ് പറഞ്ഞാൽ പ്രൈസ് ഡിറ്റർമൈൻഡ് ത്രൂ ഹ്യൂമൻ സൈക്കോളജിക്കൽ നേച്ചേഴ്സ്. ഓക്കെ, പ്രൈസ് എന്തെങ്കിലും ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താ, മനുഷ്യൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജി എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഉദാഹരണത്തിന് പറയണത്, ഇപ്പോൾ ഒരു 200 റുപ്യേൻ്റെ സാധനം വാങ്ങണം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, സാധനം പ്രൈസ് ഫിക്സ് ചെയ്യണം. 200 എന്ന് പറയുമ്പോൾ അവർ ആ ഒരു മൈൻഡിൽ 200 ആണല്ലോ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക 199, അപ്പോൾ ആ 100ൻ്റെ എന്തോ അത്രയേ ഉള്ളൂ ഒരു വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 199 പറഞ്ഞാൽ ഇത്രയോ ഒരു കുറഞ്ഞ് കിട്ടിയെന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജി 199 പറഞ്ഞാൽ 100 സംതിങ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മൈൻഡിൽ സെറ്റാവും. അപ്പോൾ ആ സൈക്കോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ 500 ഉള്ള സാധനത്തിന് 499 എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ 999 എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജി നോക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യണതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. സെക്കൻഡ് പറയുന്നത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ജിയോഗ്രഫിക്കൽ പ്രൈസിങ്ങിന് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസ് ടു ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ഫോർ ദി സെയിം പ്രോഡക്റ്റ്. ഒരേ സെയിം പ്രോഡക്റ്റിന് എന്ത് ചെയ്യുക, പല ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് അനുസരിച്ച് പ്രൈസ് മാറ്റുക. ഓക്കെ, നല്ല ടൈറ്റ്, അതായത് നല്ലൊരു സിറ്റി ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ഭയങ്കര നല്ല റേറ്റ് പ്രൈസും, അതേപോലെ നല്ല സെയിലുള്ള ഏരിയയാണ്, നല്ല സെയിലുണ്ട്, അവിടെ നല്ല ആൾക്കാരുണ്ട്, നല്ല കോസ്റ്റ്ലി വാങ്ങാൻ ആൾക്കാരുണ്ട്, നല്ല റിച്ച് പീപ്പിൾസ് ആ ഏരിയയിലുണ്ട് എങ്കിൽ അവിടെ ഒരു പ്രൈസും, ഗ്രാമപ്രദേശത്ത് നാറ്റീവ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്രൈസും കുറഞ്ഞ റേറ്റും, ആൾക്കാർ ഇത്ര കുറഞ്ഞ റേറ്റിൽ സാധനം വിറ്റാലേ അവിടെ വാങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസും. അപ്പോൾ ജിയോഗ്രഫിക്കൽക്ക് ഏരിയക്ക് അനുസരിച്ച് ചെയ്യുക. എന്താ ഇന്ന സ്ഥലത്ത് പോയാൽ നമ്മൾ തിരൂർ പോയിട്ടുണ്ടെങ്കിൽ പ്രൈസ് കുറഞ്ഞിട്ടെന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ എന്ത് ചെയ്യുക, ഒരു പ്രൈസും മറ്റുള്ളവർക്ക് വരും. അതിനിപ്പോൾ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, പ്രൈസ് മാറും. അതിനാണ് ജിയോഗ്രഫിക്കൽ പ്രൈസിങ് എന്ന് പറയുക. ഓക്കെ, ജിയോഗ്രഫിക്കൽ ഏരിയക്ക് അനുസരിച്ച് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. പിന്നെ മൂന്നാമത് ബേസ് പോയിൻ്റ് പ്രൈസിങ്. ബേസ് പോയിൻ്റ് പ്രൈസിങ് പറഞ്ഞാൽ പ്രൈസ് ഈസ് ഫിക്സ്ഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ പ്രൈസ് ഫിക്സ് ചെയ്യണത്,
അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ് പോയിൻ്റ്. നമ്മുടെ കമ്പനി എവിടെ നിന്നാണോ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്ത് മുതൽ എത്ര ലോങ് പോകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഷിപ്പിംഗ് ചാർജും കൂടി ഈടാക്കിയിട്ട് അങ്ങനെയാണോ ഷിപ്പിംഗ് ചാർജോ അങ്ങനെ എന്തെങ്കിലും ഈടാക്കിയിട്ട് അത് ലോങ് ആവണം തോറും നമ്മളെ ബേസ് പോയിന്റിൽ നിന്നും ലോങ് അതായത് ഡിസ്റ്റൻസ് കൂടും തോറും എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൈസ് കൂടി പോവാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെഡ് ഏരിയ ഉണ്ട്, ആ കമ്പനിക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ സെയിൽ ചെയ്യുമ്പോൾ അവിടെ വാങ്ങിയാൽ നമുക്കൊരു റേറ്റും, അതല്ലാതെ നമ്മൾ ഷിപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഷിപ്പിംഗ് ചാർജും ഒക്കെ കൂട്ടിയിട്ട് ഒരു റേറ്റും. ഓക്കെ, അതാണ് ബേസ് പോയിൻ്റ് പ്രൈസിംഗ് എന്ന് പറയാം. ബേസ് പോയിൻ്റ് ഫിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡിസ്റ്റൻസിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രൈസ് വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ, പിന്നെ നാലാമത്തെ വരുന്നത് സോൺ പ്രൈസിങ്. അപ്പോൾ ഈ ജിയോഗ്രഫിക്കൽ ഏരിയൻ്റെ ഒരു മോഡൽ തന്നെയാണ് സോൺ പ്രൈസിങ്. അതായത് കമ്പനി ഫിക്സ് ഡിഫറെൻറ്റ് പ്രൈസ് ടു ഡിഫറെൻറ്റ് സോൺ. കമ്പനിക്ക് പല ഏരിയയിലും പല സോണുകളുണ്ടാവും, കമ്പനീൻ്റെ ഓരോ സോണുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഓരോ സോണിലും വ്യത്യസ്ത റേറ്റുകളായിരിക്കും. നല്ലൊരു തിരക്കുള്ള ഇതേപോലെ ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്. അതിൽ ജിയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് ഉണ്ടാവില്ല, കമ്പനി എവിടെയാണോ സെയിൽ ചെയ്യണത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു. ഇത് കമ്പനിക്ക് ഓരോ സോണുകൾ ഓരോ ഏരിയയിലുണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ ഓരോ സോണിലും വ്യത്യസ്ത റേറ്റ് ആയിരിക്കും. ഇന്നൊരു കടയിൽ പോയ ഒരു ബ്രാൻഡിൽ കടയിൽ പോയ ഇന്നൊരു റേറ്റും, ആ സെയിം ബ്രാൻഡ് തന്നെ വേറൊരു നല്ലൊരു സിറ്റി ഏരിയയിലാണെങ്കിൽ ആ സെയിം ബ്രാൻഡിൻ്റെയോട് അവിടെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു റേറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, സോണിനനുസരിച്ച് എന്ത് ചെയ്യുക, അവരെ റേറ്റിൽ ഡിഫറെൻ്റ് ആവുക. പിന്നെ ഡുവൽ പ്രൈസിങ്. ഓക്കെ, ഡുവൽ പ്രൈസിങ് പറഞ്ഞാൽ ഫിക്സിങ് ഡുവൽ പ്രൈസ് ടു ദി സെയിം പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫിക്സിങ് ഡുവൽ പ്രൈസ് ടു ദി സെയിം പ്രോഡക്റ്റിന് രണ്ട് വില ഫിക്സ് ചെയ്യുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ മുമ്പേ പറഞ്ഞു തന്നെയല്ലേ ജിയോഗ്രഫിക്കൽ ഏരിയയിലും ഇതൊക്കെ പറഞ്ഞു തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഏരിയൻ്റെ ബേസിലല്ല എന്നുള്ളൂ. എങ്ങനെ വെച്ചാൽ ഫിക്സിങ് ഡുവൽ പ്രൈസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കോമൺ പീപ്പിളിന് കൊടുക്കാനൊന്നും, അതേപോലെ ആ സെയിം പ്രോഡക്റ്റ് തന്നെ അവിടെ തന്നെ ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ വേറൊരു റേറ്റും. ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒരു റേറ്റ് കൂട്ടിയിട്ട് പറയാം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അവരാ എത്രയാണോ ലേലം അതൊക്കെ വരുന്നത് അതിനനുസരിച്ച് അവരൊരു കൂട്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ ഇവിടെ കൂട്ടുക ഗവൺമെൻറ്റിന് കുറക്കുക. അപ്പോൾ സാധാരണ അങ്ങനെ കേസിലാണ് പറയാം. ഗവൺമെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഒരേ സാധനം ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് പ്രൈസിൽ നമ്മൾ കൊടുക്കുക. അതിനാണ് ഡുവൽ പ്രൈസിങ് എന്ന് പറയുന്നത്. 6th അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ മാനേജറിയൽ ഡിസിഷൻ. ഓക്കെ, കമ്പനി മാനേജർമാർ തീരുമാനിക്കുന്ന ഡിസിഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, പ്രൈസ് ഫിക്സ് ചെയ്യാം. അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി മാനേജറിയൽ ഡിസിഷൻ. മാനേജേഴ്സ് എന്താണോ തീരുമാനം എടുത്തത്, എത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്യാൻ തീരുമാനം എടുത്തത് അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ അവിടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ബേസിൽ ഇതിൻ്റെ മീനിങ് ശരിക്കും നോക്കുകയാണെങ്കിൽ ആ കോസ്റ്റും കാര്യങ്ങളും എന്താണെന്ന് നോക്കാതെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് എന്താ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താ കാര്യങ്ങൾ നോക്കാതെ മാനേജർമാർ എന്താണോ ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക. അതാണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. 7th വരുന്നതാണ് മാർക്ക് അപ്പ് പ്രൈസിങ്. മാർക്ക് അപ്പ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ദ റീറ്റെയിലർ ആഡ് certain percentage ഓഫ് ദ പ്രൈസ് ഓഫ് ദി ഹോൾസെയിലർ ആൻഡ് ഷോവിങ് ദി പ്രൈസ് ആസ് എ ഡിസ്കൗണ്ട് ഓർ എനി അതർ ഓഫ്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്, റീറ്റെയിലർ എന്ത് ചെയ്യുക, ഹോൾസെയിലറേക്കൊന്ന് വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹോൾസെയിലറേക്കൊന്ന് ഒരു 100 റുപ്യക്ക് വാങ്ങിയ അല്ലെങ്കിൽ ഒരു 300 റുപ്യക്ക് വാങ്ങിയ സാധനം, ഒരു ഷർട്ട് എന്തെങ്കിലും 300 റുപ്യക്ക് ഹോൾസെയിലർക്ക് ഒരു പ്രോഡക്റ്റിന് 300 വെച്ചിട്ട് നമ്മൾ വാങ്ങി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ഒരു 800-ന് പ്രൈസ് ഇട്ടിട്ട് നമ്മൾ വിൽക്കുക. എന്നിട്ട് 800 പ്രൈസ് ഇട്ടിട്ട് MRP ഇട്ടിട്ട് റീറ്റെയിലർ അത് വിൽക്കുക. അപ്പോൾ റീറ്റെയിലർ വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിൻ്റെ കൂടെ വരാം ഒരു 800 റുപ്യേൻ്റെ സാധനമാണ്, അപ്പോൾ നിങ്ങൾക്കൊരു 750-ന് തരുന്നുണ്ട്, 50 ഞങ്ങൾ ഡിസ്കൗണ്ടായിട്ട് കുറച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നാലും അവർക്ക് എന്താണ്, അവർ 300-ന് വാങ്ങിയ സാധനമാണ്, അത് 800 പ്രൈസ് ഇട്ടിട്ടാണ് വിൽക്കുന്നത്, അതിലൊരു 50 റുപ്യ കുറച്ചിട്ടാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അതാണ് പറഞ്ഞത് മാർക്കപ്പ് പ്രൈസിങ്. അപ്പോൾ എന്താണോ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിലർ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് അതിനെക്കാട്ടിലും കൂടുതൽ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വല്ല ഡിസ്കൗണ്ടോ ഓഫറോ എന്തെങ്കിലും കാണിക്കുക. ഓക്കെ, പിന്നെ പറയണത് ലാസ്റ്റ് പറഞ്ഞതിൽ പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്. എന്താണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരേ നേച്ചറുള്ള പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സുകളാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾക്കും
ഡിഫറെൻറ്റ് എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. പ്രോഡക്റ്റ് ലൈൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദി പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ഇൻ എ ലൈൻ. ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിനും എന്ത് ചെയ്യുക, ഓരോ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുക. അത് ആ ഒരൊറ്റ ലൈനിലുള്ള ഒരേ ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ നാച്ചുറലുള്ള പ്രോഡക്റ്റ്. ഇപ്പോൾ അമൂലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരേ നാച്ചുറലുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് അതിന് വ്യത്യസ്ത റേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോ ഒന്നും കൂടി പറയാം. ഇമ്പോർട്ടൻ്റ് പ്രൈസിങ് സ്ട്രാറ്റജികളാണ് പറഞ്ഞു, 8 പോയിൻ്റ് പറഞ്ഞു. ഒന്ന് സൈക്കോളജിക്കൽ പ്രൈസിങ്, ആ ഹ്യൂമൻ സൈക്കോളജിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. പിന്നെ ജിയോഗ്രഫിക്കൽ പ്രൈസിങ്, ജിയോഗ്രഫിക്കൽ ഏരിയക്ക് അനുസരിച്ച് ഡിഫറൻറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുക. പിന്നെ ബേസ് പോയിൻ്റ് പ്രൈസിങ്, ബേസ് പോയിൻ്റിൽ പറഞ്ഞ് ഒരു ബേസ് പോയിൻ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് കൂടുണ്ടോ അതിനനുസരിച്ച് റേറ്റ് കൂട്ടി വരുന്നതനുസരിച്ച് ഫിക്സ് ചെയ്യുക. പിന്നെ സോൺ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പലയിടത്തുനിന്ന് പല സോണുകളും ഉണ്ടാവും, ആ സോണിലും ഡിഫറെൻറ്റ് പ്രൈസുകളായിരിക്കും. പിന്നെ ഉള്ളത് ഡുവൽ പ്രൈസിങ്. ഓക്കെ, ഡുവൽ പ്രൈസിങ് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഒരേ സാധനത്തിന് 2 പ്രൈസ് ഫിക്സ് ചെയ്യുക. അതിപ്പോൾ ഗവൺമെൻറ്റിന് ഒരു പ്രൈസിലും സാധാരണക്കാർക്ക് വേറൊരു പ്രൈസിലും കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, ഉദാഹരണം പറഞ്ഞതാണ്, ആ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക. പിന്നെ 6ാമത്തെ അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. അഡ്മിനിസ്ട്രേറ്റഡ് ആണ് ബേസ്ഡ് ഓൺ ദ മാനേജർ ഡിസിഷൻ. മാനേജേഴ്സ് എന്താണോ തീരുമാനിച്ച് അഡ്മിനിസ്ട്രൽ ഡിസിഷൻ എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുക. പിന്നെ പറഞ്ഞത് 7ാമത് മാർക്ക് അപ്പ് പ്രൈസിങ്. എത്രയാണോ ഹോൾസെയിലർ ഒരു പ്രൈസ് ഇട്ടത് അതിലും കൂട്ടിയിട്ട് നമ്മൾ മാർജിന് ഇട്ട ശേഷം അതിൽ നിന്ന് വല്ല ഡിസ്കൗണ്ടോ ഓഫറോ എന്തെങ്കിലും ആക്കിയിട്ട് കാണിക്കണ പ്രൈസിങ്ങിനാണ് മാർക്കപ്പ് പ്രൈസിങ് അറിയാം. പിന്നെ 8ാമത്തെ ലാസ്റ്റ് പറയുന്നത് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്. ഒരേ പ്രോഡക്റ്റ് ലൈനിലുള്ള ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിനും ഓരോ പ്രോഡക്റ്റിനും എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് പ്രൈസ് സെറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റുകളാണത്. ഒന്ന് ഫസ്റ്റ് പറഞ്ഞ് എന്താണ് പ്രൈസിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പ്രൈസിങ് എന്താണ് പറഞ്ഞു? പ്രൈസിങ് പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ എക്സ്പ്രഷനാണ് എൻ്റെ ഒരു സാധനത്തിനുള്ള ഒരു പ്രോഡക്റ്റുമുള്ള ഫിനാൻഷ്യൽ എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ആ വാല്യൂ ആണ് പ്രൈസ് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ ടൈപ്പ് ഓഫ് പ്രൈസിങ് പോളിസി, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൈസിങ് പോളിസികളുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജികൾ, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൈസിങ് സ്ട്രാറ്റജികളുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ?